താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർക്ക് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഏതു മേഖലയിലുള്ളവർക്കും അനുകൂലം. പൂർവികരുടെ പാത പിന്തുടരും. ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 മലയാള മാസങ്ങളായ ധനു അവസാന പകുതി, മകരം പൂർണ്ണം, കുംഭം ആദ്യ പകുതി ചേർന്ന 2025 ജനുവരി ഫെബ്രുവരിയിലെ ഫലങ്ങൾ. ധനുവിൽ അവസരോചിതമായ നല്ല ഇടപെടലുകളിലൂടെ അബദ്ധങ്ങൾ ഒഴിവാകും. സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അവലംബിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂല സാഹചര്യങ്ങളുണ്ടാകും. ചികിത്സകൾ ഫലിക്കും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് നേടുന്നത് സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും. മകരത്തിൽ ഉന്നതരുടെ ആശയങ്ങൾ പകർത്തുവാൻ അവസരമുണ്ടാകും. സുവ്യക്തമായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കും. വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. ഉപരിപഠനത്തിനനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശവും കൂടും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. കുംഭത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കുന്നതിൽ ആത്മാഭിമാനം വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേകം ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്താനിടവരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും. മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവകാര്യ വിജയം നേടും. തിരുവോണം നക്ഷത്ര ജാതർക്ക് ധനുമാസത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും. ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമുണ്ടാകും. സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം കൂടും. വർഷങ്ങൾക്കു ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. മകരത്തിൽ ഭരണപാടവം, ശുഭാപ്തി വിശ്വാസം, ലക്ഷ്യബോധം, ഏകാഗ്രത ചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. ആഗ്രഹിച്ചതുപോലെ സന്താന ഭാഗ്യമുണ്ടാകും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. ജോലിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. കുംഭത്തിൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടതായ അവസ്ഥയുണ്ടാകാം. പരിസരവാസികളുടെ നിരന്തരമായുള്ള ഉപദ്രവത്താൽ മാറി താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. സന്താനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ വിദഗ്ധ ഡോക്ടർമാരുടെയോ അതുമായി ബന്ധപ്പെട്ടവരുടെയോ സഹായം തേടും. വിദഗ്ധ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യത്തിന് യോഗമുള്ള സമയം കൂടിയാണ്. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.